അപ്സരയുണ്ട് ഈ വിവാഹമോചനത്തിന് ശേഷമുണ്ട് ഈ ആദ്യത്തെ ഇൻ്റർവ്യൂ ആയിരുന്നു കൊടുത്തിരുന്നത്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരാൾ ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടെങ്കിൽ അവരെ വിശ്വസിക്കാനേ പാടില്ല. അങ്ങനത്തെ ഉള്ളൊരു ജീവിതം പോയി കഴിഞ്ഞാൽ ഒരു സമാധാനവും ഇല്ലെന്നായിരുന്നു അപ്സര പറഞ്ഞത്. അതോടെ തന്നെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മാരേജിന് മുമ്പ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്ക് കുറച്ച് സ്വഭാവ വ്യത്യാസങ്ങൾ നമ്മൾ കാണുന്നതായിരിക്കും. എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു റെഡ് ഫ്ലാഗ് പോലെ കാണുന്നതായിരിക്കും. അത് നമ്മൾ ആദ്യമേ കാണുമ്പോൾ വിചാരിക്കുന്ന ഇതേ കണക്ക് ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാൻ, കല്യാണം കഴിയുമ്പോഴത്തേക്കുണ്ടെങ്കിൽ അത് മാറ്റാമെന്നുള്ള രീതിയിലൊക്കെ വിചാരിക്കും. പക്ഷേ അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളും നടക്കത്തില്ല. ഇത് കല്യാണം കഴിയുമ്പോഴത്തേക്കുണ്ടെങ്കിൽ അത് കൂടത്തെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആരും ഉണ്ടെങ്കിൽ ആരെങ്കിലും മാറ്റിയെടുക്കുക, ഇത് പറ്റത്തില്ല അത് പറ്റത്തില്ല അല്ലെങ്കിൽ ഇങ്ങനെ നല്ലോണം ആക്കാമെന്നുള്ള രീതിയിലുണ്ടെങ്കിൽ വിചാരിച്ചുകൊണ്ട് ഒരു റിലേഷൻഷിപ്പിലും പോകാൻ നിൽക്കരുത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടെങ്കിൽ ഭയങ്കരമുള്ളൊരു ബുദ്ധിമുട്ട് വരുമെന്നുള്ള രീതിയിലായിരുന്നു അപ്സര പറഞ്ഞിരുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കുറച്ച് കാര്യം എന്ന് പറഞ്ഞാൽ ഇതെനിക്ക് കല്യാണത്തിന് മുമ്പുള്ള സ്വഭാവം ആയിരുന്നില്ല, ഇതെനിക്ക് ഭർത്താവിൽ നിന്നുള്ളതാണ്, അതോ തന്നെ എന്തോ ചീറ്റും ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. സോ എന്തായിരുന്നാലും ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും അപ്സര ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്തായിരുന്നാലും മറ്റേ സൈഡിൽ നിന്ന് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം മൊത്തത്തിൽ പറയാൻ കഴിയത്തുള്ളൂ. അതല്ലാതെ ഒരു ഭാഗം മാത്രം കേട്ടിട്ട് ഇതാ ശരി എന്നുള്ളത് വിചാരിക്കാനും പറ്റത്തില്ല.